യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്ന കാര്യം തള്ളിക്കളയാനാകില്ല എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുവാൻ വേണ്ട ആയുധങ്ങളും ശക്തിയും തങ്ങൾക്കുണ്ടെന്നും അത് ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നും പുടിൻ പറഞ്ഞു. സ്വീഡനും ഫിൻലാൻഡും നാറ്റോ സഖ്യത്തിൽ ചേർന്ന സാഹചര്യത്തിൽ റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും റഷ്യയിൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പുടിൻ വ്യക്തമാക്കി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിടുകയാണ് റഷ്യ. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ G7 രാജ്യങ്ങളെ വെല്ലുന്ന സാമ്പത്തിക വളർച്ചയാണ് റഷ്യയ്ക്കുണ്ടായതെന്ന് പുടിൻ അവകാശപ്പെടുന്നു. സൗഹൃദ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് റഷ്യ. റഷ്യയെ ആയുധ മത്സരത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും അമേരിക്കയുമായി റഷ്യ ചർച്ചയ്ക്കൊരുക്കമാണെന്നും പുടിൻ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.